മനസ്സിനേറ്റ മുറിവുകൾ മറക്കാത്തവരാണ് പൊതുവെ സ്ത്രീകൾ. തൻ്റെ മനസ്സിന് സങ്കടകരമായൊരു കാര്യം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കും. ഒരിക്കലും അവരത് മറക്കാറില്ല. ഒരു പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ പിന്നീടാണ് അത് തനിക്ക് തിരിച്ച് പ്രയോഗിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവരത് മനോഹരമായിട്ട് തിരിച്ച് പ്രയോഗിക്കുകയും ചെയ്യും. തനിക്ക് ഒരടി കിട്ടിയാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവരെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ രണ്ടടിയെങ്കിലും അവർ തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അതായത് അവരെപ്പോഴും അപ്ഡേറ്റാണ്. പുരുഷന്മാരുടെ ഏത് തന്ത്രങ്ങളും പുരുഷന്മാരുടെ ഏത് വിധത്തിലുള്ള ചലനങ്ങളും ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ്. വിഡ്ഢികളാക്കാനായിട്ട് സ്ത്രീകളെ എളുപ്പം പറ്റുമെന്ന് ഇന്നത്തെ കാലത്ത് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മനസ്സിന് വിഷമം തട്ടുന്ന കാര്യങ്ങൾ ആര് ചെയ്താലും അവരത് മനസ്സിൻ്റെ ഉള്ളിൽ കെടാതെ സൂക്ഷിക്കും എന്നുള്ളതാണ്. അവസരം കിട്ടുമ്പോൾ അത് തിരിച്ച് പ്രയോഗിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ നമുക്ക് അവരുടെ സ്വഭാവ സവിശേഷതകൾ പറയാനായിട്ട് പറ്റില്ല. കാരണം ചില സ്ത്രീകൾ വളരെയധികം സ്നേഹപ്രകടനം നടത്തുന്നവരാണ്, പുരുഷന്മാരും അതേപോലെ തന്നെ. പക്ഷേ സ്നേഹബന്ധം വേണ്ടെന്ന് വയ്ക്കാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു വിഷമവുമില്ലാത്ത രീതിയിൽ നമുക്ക് എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയാൻ കഴിവുള്ള സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. എന്നാൽ പുരുഷന്മാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും അത് തുറന്ന് പറയാതെ പോലും കടന്നു പോകുന്നവരുമുണ്ട്. നമ്മൾ വണ്ടടിച്ച് പോകും. എന്തുകൊണ്ടാണ് ഇവർ പോയതെന്ന് പോലും നമ്മൾക്ക് മനസ്സിലാകില്ല. വളരെയധികം നമ്മൾ സ്നേഹിച്ചതിന് ശേഷം സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ യാതൊന്നും നമ്മളോട് പറയാതെ മിണ്ടാതെ ബ്ലോക്ക് ചെയ്ത് നമ്മളെ പോകുന്നവരുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ പുറകെ സ്നേഹത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും കരഞ്ഞ് യാചിച്ച് നടക്കരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ വാല്യൂ തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം സ്നേഹം എന്നുള്ളത് നമ്മളെ തേടി വരേണ്ടതാണ്. എപ്പോഴും നിങ്ങൾ ഒരു ഉദാഹരണം, ഒരു ഗാർഡനിൽ നിറയെ പുഷ്പങ്ങൾ നിൽക്കുകയാണ്. ഈ പുഷ്പങ്ങൾ ഒരിക്കലും പൂമ്പാറ്റകളെ തേടി അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ തേൻ നുകർന്നോളൂ, അല്ലെ എൻ്റെ സൗരഭ്യം ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പുഷ്പങ്ങൾ ചിത്രശലഭങ്ങളെ തേടി പോകുന്നില്ല. ചിത്രശലഭങ്ങൾ പുഷ്പങ്ങളിലേക്കാണ് അട്രാക്റ്റീവ് ആകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക, നിങ്ങൾ ഓരോരുത്തരും ഒരു പുഷ്പങ്ങളാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സെൽഫ് വർത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾക്ക് കിട്ടാത്ത ഒരു സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങിക്കാനോ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കാനോ നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ്. നിങ്ങളോട് ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന ആളോട് നിങ്ങളും സെയിം ആയിട്ട് തന്നെ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ പോയതിന് ശേഷം ഒരു ലെസൺ പഠിച്ച് അയാളുടെ എല്ലാ കർമ്മങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടേതായിരിക്കും ഡിസിഷൻ. ആ വ്യക്തി നിങ്ങൾക്ക് വേണമോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ള ഡിസിഷൻ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഒരു പ്രാവശ്യം നമ്മളെ ഉപേക്ഷിച്ച് കടന്നു പോയ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോഴും അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും അയാളുടെ മനസ്സിൽ ഇല്ലാതിരിക്കില്ല. ഞാൻ എപ്പോൾ പോയാലും തിരിച്ചു വന്നാലും ഇവരെന്നെ സ്വീകരിച്ചോളും എന്നുള്ളൊരു ധാരണ അയാളിലുണ്ടാകും. അതുകൊണ്ട് ഡിസിഷൻ നിങ്ങളുടേതാണ്. ഒരു റിലേഷൻഷിപ്പ് വളരെയധികം മുറുകി വരുന്ന സമയത്ത്, അതായത് അതിൻ്റെ പ്രണയത്തിൻ്റെ അതിതീവ്രതയിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതിൽ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോവുകയുമാണെന്നിരിക്കട്ടെ, ഒന്നും പറയുന്നില്ല അയാൾ, തുറന്നു പറയാനുള്ള മാന്യത പോലും കാട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നോ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നോ ഒന്നും തന്നെ നമ്മളോട് തുറന്നു പറയുന്നില്ല. ഇങ്ങനെ തുറന്നു പറയാതെ ഒരൊറ്റ സുപ്രഭാതത്തിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ നമ്മളുടെ ജീവിതത്തിലുള്ള സമയം കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ സമയം കഴിഞ്ഞു, അതായത് ഇനി നമ്മളുടെ ജീവിതത്തിൽ അവർക്ക് യാതൊരു പ്രാധാന്യമില്ലെന്നും അവരുടെ സമയം കഴിഞ്ഞുമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ കാലത്തെ പുരുഷന്മാരും സ്ത്രീകളും വളരെയധികം അപ്ഡേറ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്.
അവർ ഒരു പുരുഷൻ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാകും. അങ്ങനത്തെ സ്ത്രീകളുമുണ്ട്. അതേപോലെ തന്നെ അവരുടെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ വരുന്നതെന്ന് ആ പുരുഷൻ്റെ ശരീരഭാഷയിലൂടെയും അവൻ്റെ ടോക്കിങ്ങിലൂടെയും അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും സ്ത്രീ മനസ്സിലാക്കുന്നതാണ്. അതാണ് ഓരോ സ്ത്രീകൾ അപ്ഡേറ്റ് ആണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം അവർ ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷെ ഇയാൾ ഏറ്റവും ലാസ്റ്റായിരിക്കാം വരുന്നത്. അല്ലാതെ തന്നെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു പുരുഷനെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ ഇന്നത്തെ സ്ത്രീകൾ എന്നുള്ളതാണ്.